ഹലോ. അപ്പോൾ ഇന്നത്തെ വിശേഷം കണ്ടാലോ? ഇന്ന് രാവിലെ തന്നെ ഞാനിതാ ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ച് ഒന്നിച്ച് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി കയറിയതാണ് കേട്ടോ. അപ്പോൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരോടാണ്, ഞാനൊരു ഷെയറിങ് കിച്ചണിലാണ്. അപ്പോൾ അതുകൊണ്ടാണ് കുറച്ച് സ്പേസേ ഉള്ളൂ. ഈ 1 മീറ്റർ നീളത്തിലാണ് എൻ്റെ കുക്കിങ്ങും കട്ടിങ്ങും ക്ലീനിങ്ങും എല്ലാം നടക്കുന്നത്. അപ്പോൾ കുക്ക് ചെയ്യുന്നതിന് മുന്നേ ആദ്യമെല്ലാം ഞാൻ കട്ട് ചെയ്തെടുക്കാറാണ് പതിവ്. എന്നാലേ നമുക്ക് കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ, വേറെ സ്പേസ് ഇല്ല കേട്ടോ. അപ്പോൾ അതിന് വേണ്ട വെജിറ്റബിൾസ് എല്ലാം ഞാൻ കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഞാൻ ഇന്ന് വെക്കുന്നത് ദോശ ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ അതിലേക്കൊരു ഉരുളക്കിഴങ്ങിൻ്റെ കറിയാണ്. നമ്മൾ സ്റ്റൂ പോലെ വെക്കുമല്ലോ, മറ്റേ ഇതൊന്നും ഇടാതെ തേങ്ങ ഒന്നും അരക്കാതെ. ഇതൊരു സിമ്പിൾ കറിയാണല്ലോ, എന്നാൽ ടേസ്റ്റുമാണ്. അപ്പോൾ അതിലേക്ക് ഞാൻ എല്ലാ വെജിറ്റബിൾസും ഇട്ട് വിസിലടിച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ എനിക്കത് ഒന്നിച്ച് കുക്കറിലിട്ട് വിസിലടിച്ച് കഴിഞ്ഞാൽ പിന്നെ എനിക്കത് കലങ്ങിയ പോലെ തോന്നും. അപ്പോൾ ഞാൻ കുറച്ച് ഉള്ളി ആദ്യം വഴറ്റിയെടുക്കും കേട്ടോ. അപ്പോൾ ആ കുക്കർ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിതാ എണ്ണ ഒഴിച്ച് കടുകും വേപ്പിലയും മുളകും എല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം ഈ ഉള്ളി നന്നായി വഴറ്റിയെടുക്കുക. അതിലേക്ക് വെന്ത സാധനവും ഇട്ട് കൊടുക്കാറാണ് പതിവ് കേട്ടോ. അപ്പോൾ അങ്ങനെ എൻ്റെ കുക്കിംഗ് അവിടെ നടക്കുന്നുണ്ട്. നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ. കുറച്ച് പേര് എൻ്റെ വീഡിയോസിൽ കമൻറ്റ് ചെയ്തിട്ടുണ്ട്. ഒത്തിരി സന്തോഷം കേട്ടോ കമൻറ്റ് കണ്ടപ്പോൾ. എന്നെ അറിയാത്ത ആളുകളാണല്ലോ കമൻറ്റ് ചെയ്തത്. എനിക്ക് ഭയങ്കര സന്തോഷമായി കേട്ടോ. അപ്പോൾ ഞാൻ അവരുടെ പേരുകൾ അടുത്ത വീഡിയോയിൽ മെൻഷൻ ചെയ്യാവേ. ഈ വീഡിയോയിൽ കമൻറ്റ് ചെയ്യുന്ന പേരുകളും ഞാൻ അടുത്ത വീഡിയോയിൽ മെൻഷൻ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതിലേക്ക് സാധാരണ നമ്മൾ ഉഴുന്ന് ദോശയാണല്ലോ ഈ ഒരു സ്റ്റൂവിലേക്ക് രസമല്ലേ. പക്ഷെ എൻ്റെ അടുത്ത് മാവ് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാൻ ഇത് കലക്കി ദോശ അല്ലെങ്കിൽ അരിദോശ അല്ലെങ്കിൽ നീർദോശ ഇതെല്ലാം നമ്മൾ പറയാറുണ്ട്. അപ്പോൾ സാധാ ദോശ ചുട്ടെടുക്കുകയാണ്. അപ്പോൾ കുറച്ച് ടൈം ലേറ്റായി പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതിൻ്റെ കൂടെ തന്നെ ലഞ്ചിനുള്ള കറി ഉണ്ടാക്കാമെന്ന്. അപ്പോൾ കറിയായിട്ടൊന്നും വെക്കുന്നില്ല, കുറച്ച് ചെമ്മീൻ ഉണ്ടായിരുന്നു, ഉണക്ക ചെമ്മീൻ. അപ്പോൾ അത് പൊരിച്ചെടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഒരു ഉപ്പേരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അത്രയേ ഉള്ളൂ കേട്ടോ ലഞ്ചിന്. അപ്പോൾ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് കുക്കിങ്ങും എല്ലാം ആണ് കാണിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ. പിന്നെ ഇതാ അപ്പോൾ ദോശ എല്ലാം ചുട്ടെടുത്ത് ഞാൻ ചെമ്മീൻ ഫ്രൈ ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി വെക്കുക കേട്ടോ. കുറച്ച് സ്പേസ് അല്ലേ ഉള്ളൂ, അതുകൊണ്ടാട്ടോ അവിടെ വെച്ചിട്ട് ചെയ്യുന്നത്. അതിൻ്റെ ഇടയിൽ കൂടെ ദോശയും ചുട്ടെടുക്കുന്നുണ്ട്. അപ്പോൾ അതാ ചെമ്മീൻ ഇട്ട് കൊടുക്കുകയാണ്. എണ്ണ ചൂടായപ്പോൾ പാത്രങ്ങൾ അവിടെ ഇങ്ങനെ കുന്നുകൂടി വരുന്നുണ്ട്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞു ക്ലീൻ ചെയ്ത് ഇനി കുക്കറിൽ ഞാൻ ചോറ് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരു ഉപ്പേരിയും കൂടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചല്ലോ, അത് ബീട്രൂട്ട് ഉപ്പേരിയായിരുന്നു. അപ്പോൾ എൻ്റെ ചോപ്പർ പൊട്ടിപ്പോയിട്ടുണ്ട്. അപ്പോൾ ഞാൻ വേറെ വാങ്ങിയിട്ടില്ല. അതുകൊണ്ട് ഇത് അരിഞ്ഞെടുക്കാൻ കുറച്ചൊരു ബുദ്ധിമുട്ട്. കാരണം കുറേ ആയി ഇങ്ങനെ ക്യാരറ്റും ബീട്രൂട്ടൊക്കെ ഞാനിങ്ങനെ ചോപ്പറിലിട്ട് വലിക്കാറാണ് ഇപ്പോൾ പതിവ്. പക്ഷെ ഇങ്ങനെ അരിയുമ്പോൾ കുറേ സമയം എടുത്ത പോലെ തോന്നി കേട്ടോ. അപ്പം എന്നെ ഭയങ്കര ബുദ്ധിമുട്ട്, കുഞ്ഞാക്കി അരിഞ്ഞില്ലെങ്കിൽ രസവും ഉണ്ടാവില്ലല്ലോ. അങ്ങനെ അതെല്ലാം കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് പരിപാടി എത്ര സമയമില്ലെങ്കിലും നമുക്ക് ക്ലീൻ ചെയ്തിട്ടേ പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതാ ക്ലീൻ ചെയ്തിടാണ് കിച്ചണ്. അപ്പോൾ ക്ലീനിങ്ങും കഴിഞ്ഞ് പിന്നെ ഞാൻ ലഞ്ചും പാക്ക് ചെയ്ത് ചായയും കുടിച്ച് ഒരൊറ്റ ഓട്ടാണ് കേട്ടോ ഓഫീസിലോട്ട്. പിന്നെ കിച്ചണിലോട്ട് ഇല്ല. ഇനി രാത്രി വന്നു കഴിഞ്ഞാൽ ഈ കറിയിലോട്ടുള്ള എന്തെങ്കിലും കുബൂസോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചപ്പാത്തിയോ അങ്ങനെ എന്തെങ്കിലും കഴിക്കാറാണ് പതിവ്. അപ്പോൾ ക്ലീനിങ്ങും കുക്കിങ്ങും കഴിഞ്ഞു. ഇനി ലഞ്ച് പാക്കിംഗ് ആണ്. ലഞ്ച് പാക്കിങ്ങും ചായ കൂടിയും കഴിഞ്ഞാൽ എൻ്റെ വിശേഷങ്ങൾ കഴിഞ്ഞു. നിങ്ങളുടെ അവസ്ഥ എന്താണ്? നിങ്ങളുടെ അഭിപ്രായം പറയണം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയണേ. എങ്ങനത്തെ വീഡിയോസാണ് ഇഷ്ടം, ഈ വീഡിയോസിന് എന്തെങ്കിലും പോരായ്മകളുണ്ടോ, ഇതെല്ലാം നിങ്ങൾ പറയണം കേട്ടോ. അപ്പോൾ കിച്ചൺ മാറ്റാൻ മാത്രം എന്നോട് പറയരുത്. ഈ ഒരു കിച്ചണേ എൻ്റെ കയ്യിലുള്ളൂ. അതുകൊണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞാൻ പ്രതീക്ഷിക്കുന്നു. അടുത്ത വീഡിയോയിൽ മെൻഷൻ ചെയ്യാം കേട്ടോ, കമൻറ്റ് ചെയ്തവരൊക്കെ. അപ്പോൾ ഞാനിതാ ലഞ്ചെല്ലാം പാക്ക് ചെയ്യണേ. അപ്പോൾ നമുക്കിന്ന് ആകെ ഉണക്കച്ചെമ്മീനും ബീട്രൂട്ടുകളും മതി കേട്ടോ. ഇന്ന് നല്ല കോമ്പിനേഷനാണ് ചോറ് കഴിക്കാൻ. എനിക്കിഷ്ടമാണ്. ഞാൻ ഒഴിച്ച് കറി വേണമെന്നൊന്നും ഇല്ല കേട്ടോ. അത് കഴിഞ്ഞ് ഞാനിതാ നല്ലൊരു കട്ടൻ ചായ ഇട്ടോ, ചൂട് ചായൻ്റെ കൂടെ നമ്മുടെ ദോശയും ബാജിക്കറിയും കഴിച്ചിട്ടോ. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ ഇന്ന് എൻ്റെ വിശേഷങ്ങൾ. താങ്ക് യു ഫോർ വാച്ചിങ്.